ഈദ്ഗാഹുകളിൽ വിവാദ ചിത്രം കേരള സ്റ്റോറിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് കേട്ടത്. അങ്ങ് തിരുവനന്തപുരം മുതൽ വടക്കുവരെയുള്ള എല്ലാ ഈദ്ഗാഹ് ചടങ്ങുകളിലും പ്രധാന പ്രഭാഷകർ കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നു. കേരള സ്റ്റോറി പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈദ്ഗാഹിൽ പാളയം ഇമാം സുഹൈബ് മൗലവി പറഞ്ഞു. ഇത്തരം കുപ്രചരണങ്ങളിൽ വീഴരുതെന്നും മതേതര സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്നും ഇമാം പറഞ്ഞു. തിരുവനന്തപുരത്ത് LDF UDF സ്ഥാനാർത്ഥികൾക്ക് ഇമാം ആശംസകളും നേർന്നു. നമുക്ക് ആദ്യം ഇമാം പറഞ്ഞത് കേട്ടു. പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ലവ് ജിഹാദില്ലെന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നമുക്കപ്പം സുനിഷ ചേരുന്നു. സുനിഷ, കേരള സ്റ്റോറിക്കെതിരെ ഈദ്ഗാഹ് ചടങ്ങുകളിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. അത് തിരുവനന്തപുരം മുതൽ ഇങ്ങ് വടക്ക് കേരളത്തിൽ വരെ പ്രഭാഷണങ്ങളിലൊക്കെ കേരള സ്റ്റോറിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. എന്താണ് പാളയം ഇമാം പറഞ്ഞത്? LDF UDF സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേരുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ ഇമാം. അരുൺ, കേരള സ്റ്റോറിക്കെതിരെയും പൗരത്വ ഭേദഗതിക്കെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു പാളയം ഇമാം ഇന്ന് സംസാരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാകുന്ന കേരള സ്റ്റോറി തന്നെയാണ്. ഏതായാലും കേരള സ്റ്റോറി കൊണ്ടുവന്നുകൊണ്ട് ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നത് തന്നെയാണ് പാളയം ഇമാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതായത് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ, പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് കേരള സ്റ്റോറിയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഈ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാകരുത് എന്നുകൂടി വിശ്വാസികളോട് പാളയം ഇമാം പറയുകയും ചെയ്യുന്നു. അതായത് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെന്റിൽ ഈ വിഷയം പറഞ്ഞിരുന്നു. ലവ് ജിഹാദ് ഇല്ല എന്ന വിഷയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ വീണ്ടും ഈ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ കല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വെറുപ്പുണ്ടാക്കുന്ന ഒന്നല്ല, പകരം കല എപ്പോഴും മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതായിരിക്കണം എന്നതടക്കം പറയുന്നു. അതേസമയം തന്നെ ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന പലരോടും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുകയുണ്ടായി. അതായത് കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ടൂളായി നമ്മൾ മാറാൻ പാടില്ല എന്നൊരു ഉപദേശം കൂടി പാളയം ഇമാം ഇന്നത്തെ പ്രഭാഷണത്തിൽ പറയുന്നു എന്നതാണ്. ഏതായാലും കേരള സ്റ്റോറിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പൗരത്വ ഭേദഗതിക്കെതിരെയും പലസ്തീൻ ജനതയുടെ വിഷയത്തിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. ഇതിലാണ് ഈ മതേതര വിശ്വാസം കൊണ്ടുവരുന്ന, മതേതരത്വം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ബഹുസ്വരതയെ മാനിക്കുന്ന, അത്തരത്തിൽ ബഹുസ്വരതയെ മാനിക്കുന്ന മതേതരത്വം കൊണ്ടുവരുന്ന സർക്കാരിനെയാണ് നമുക്ക് ആവശ്യം. അത്തരത്തിൽ സർക്കാരിനെ വോട്ട് ചെയ്യാൻ, ഈ സമ്മതിദാനാവകാശം ആ രീതിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും പാളയം ഇമാം ഇന്ന് പറയുകയുണ്ടായി. ഇന്ന് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ പന്ന്യൻ രവീന്ദ്രനും ശശി തരൂറും ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആശംസ നേർന്നുകൊണ്ടാണ് പാളയം ഇമാം ഈ പ്രഭാഷണം നിർത്തുകയും ചെയ്തത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതിക്കെതിരെയും കേരള സ്റ്റോറിക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. അരുൺ. ഓക്കെ, സുനിഷ യെല്ലൂരാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്നത്തെ ദിവസം അവധി ദിവസമാണ്, അതുകൊണ്ട് ഏറെക്കുറെ ഒഴിഞ്ഞ നഗരവീഥികളാണ് കണ്ണൂരിൽ കാണുന്നത്. രാവിലത്തെ ഈദ്ഗാഹ് ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ഈദ്ഗാഹിന് ശേഷം വീട്ടിലേക്ക് പോയി. അവരിനി മറ്റു പലയിടങ്ങളിലും യാത്രകളൊക്കെ നടത്തും. അപ്പോൾ വളരെ ഊഷ്മളമായ ബന്ധമുള്ള മനുഷ്യരായി അവർ തീരും. അപ്പോൾ